ഉച്ചത്തിൽ മുദ്രാവാക്യം വിളിക്കൂ, വിദേശത്തുള്ള പിണറായി കേൾക്കട്ടെ. അമിത്ഷാ പറഞ്ഞ വാക്കുകളാണ്. ശരിക്കും അത് പിണറായിക്കിട്ടുള്ള ഒരു കുട്ട് തന്നെയല്ലേ? ഞാൻ ഈ അമിത്ഷാ ഇപ്പം 2014 അധികാരമേറ്റതിന് ശേഷം പലതവണ കേരളത്തിൽ വന്നിട്ടുണ്ട്. ഇത്തവണത്തെ വരവിനകത്ത് മുൻപില്ലാത്ത തരത്തിലുള്ള ചില പ്രത്യേകതകളുണ്ട് കേട്ടോ. ഒരു തരത്തിലുള്ള ഒരു പ്രത്യേക ഒരു ആവേശം, മുമ്പ് പറയാത്ത കാര്യങ്ങൾ പറയുന്നു. ഇതൊക്കെ കൂടുതൽ പ്രതീക്ഷ. നമ്മുടെ സംസ്ഥാന സർക്കാരിനെതിരെ മുമ്പൊന്നും ഇത്രത്തോളം അദ്ദേഹം ആഞ്ഞടിച്ചിട്ടില്ല. അതിപ്പോൾ മോദി വന്നാൽ പോലും ഒരു മയത്തിലൊക്കെ അവിടെ നിന്നും ഇവിടെ നിന്നും ഒക്കെ ചെറിയ ചെറിയ കൊട്ടു കൊടുത്തിട്ടേ പോകത്തുള്ളൂ. പക്ഷെ അതൊക്കെ തന്നെ നമ്മൾ ഇത്തവണ പ്രതീക്ഷിച്ചുള്ളൂ. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല. ഓരോ കാര്യങ്ങളും ഏറ്റു പറഞ്ഞുകൊണ്ടാണ്, ഓരോന്നും എടുത്തെടുത്ത് പറഞ്ഞുകൊണ്ടാണ് അമിത്ഷാ പോയിരിക്കുന്നത്. അത് ഇവിടെ നിന്ന് കൃത്യമായ വിവരങ്ങൾ നൽകിയിട്ടുണ്ട്. കേരളത്തിലെ BJPയും CPMും തമ്മിലുള്ളൊരു ഒരന്തർധാര, ഒരവിഹിത ബന്ധം എവിടെയോ പുലർത്തുന്നുണ്ട് എന്ന് ഒരു പരക്കെ ഒരു വർത്തമാനമുണ്ട്. അതൊന്ന് തിരുത്തി കുറിക്കണം. പ്രത്യേകിച്ച് നിലമ്പൂരിലെ അതോ അത് മാത്രമാണോ, അതോ സ്വാഭാവികമായിട്ട് CPMനോടുള്ള അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിനോടുള്ള ദേഷ്യമായിരിക്കും? അതുണ്ട്. അല്ല, ആദ്യം ഈ ജനങ്ങളുടെ ഒരു ഗവർണറെ ഇട്ട് വാട്ടുന്നത് കണ്ടുകൊണ്ടിരിക്കുവാണല്ലോ. അതെ, ആദ്യം ഈ തെറ്റായ ഒരു ധാരണയൊന്നും മാറ്റണം. അത് നിലമ്പൂരിൽ ആദ്യം സ്ഥാനാർത്ഥിയെ നിർത്തുന്നില്ല എന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത് ഒന്നുകൂടെ ഈ BJP CPM ബന്ധത്തിന്റെ ആഴം കൂട്ടിക്കളഞ്ഞു. ഈ വോട്ട് നേടി, കഴിഞ്ഞ തവണത്തേനേക്കാൾ കുറച്ച് വോട്ട് നേടുകയൊക്കെ ചെയ്തു, അത് വേറെ കാര്യം. പക്ഷെ നിർത്തുന്നില്ല എന്ന് പറഞ്ഞത് ഈ രാജീവ് ചന്ദ്രശേഖർ അത് കരുതിയത് അവിടെ നമ്മൾ ഈ വെറുതെ വ്യയം ചെയ്യണ്ട, അതായത് പണവും എനർജിയും കളയണ്ട. അദ്ദേഹത്തിന് ഈ ഒരു കച്ചവടക്കാരൻ്റെ മനസ്സുകൂടി ഉണ്ട്. പണം വേസ്റ്റ് ആക്കാൻ പാടില്ല, അനാവശ്യമായി കളയാൻ പാടില്ല. അത് 5 പൈസ അങ്ങോട്ടിട്ടാൽ 95 പൈസയുടെ എടുത്ത് അതിനെ 1 രൂപയാക്കണമെന്നുള്ള ഒരു സിദ്ധാന്തക്കാരനാണ് അദ്ദേഹം. അത്തരത്തിലാണ് അദ്ദേഹം കാൽക്കുലേറ്റ് ചെയ്ത് പോയത്. ഇവിടുത്തെ മറ്റ് രാഷ്ട്രീയക്കാരുടെ ആ ഒരു രീതിയിൽ നിന്ന് വിഭിന്നനാണ് രാജീവ് ചന്ദ്രശേഖർ. അപ്പോൾ അതിനൊക്കെ ഈ ജനങ്ങളുടെ ഈ വർത്തമാനത്തിന് കാരണം പല പല കേസുകളിൽ പെട്ട് കിടക്കുകയാണ്. വേറെ ഏതെങ്കിലും ഇടത്തായിരുന്നുവെങ്കിൽ പിണറായി വിജയനും കുടുംബവും ജയിലിൽ കിടന്നേനെ. ജയിലിടിഞ്ഞാലും പുറത്തു വരാത്ത രീതിയിലുള്ള കേസുകൾ അത്രയും കിടക്കുകയാണ്. ഇപ്പൊ അമിത്ഷാ ഇവിടെ വന്നിട്ട് എണ്ണി പറഞ്ഞു. ലൈഫ് മിഷന്, എക്സാലോജിക്ക്, സ്പ്രിംഗ്ലർ, പിന്നെ സ്വർണ്ണക്കടത്ത്, ഇങ്ങനെ. അതെ, നമ്മളൊന്ന് ആലോചിച്ചു. പിണറായി വിജയന് ഈ ഒരു LDF സർക്കാരിന് എത്ര കേസുകളാണ്? ഒരെണ്ണമെങ്കിലും എത്ര വർഷങ്ങളായിട്ട് നടത്തുവാണ്. 2021 മുതൽ ഇതങ്ങ് അഴിഞ്ഞാടുകയല്ലായിരുന്നു ചെയ്തത്. അപ്പോൾ ഇത് അമിത്ഷാ ഇത് പറയുമ്പോൾ അണികൾ ആവേശം കൊണ്ട് കൈയടിക്കുകയും മുദ്രാവാക്യം വിളിക്കുകയും ചെയ്തു. അതാണ് അവർക്ക് ഒന്നുകൂടെ ആവേശം കൂട്ടാനാണ് അമിത്ഷാ പറഞ്ഞത്, ഉറക്കെ വിളിക്കൂ, പിന്നെ വിദേശത്തുള്ള പിണറായി കേൾക്കട്ടെ എന്ന് തന്നെ പറഞ്ഞു. മാത്രമല്ല, പിണറായി വിജയന് ഒരേ ഒരു കാര്യമുള്ളൂ. ഇപ്പൊ ആരോഗ്യ മേഖലയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലും, ഇപ്പൊ മുണ്ടക്കൈ ചുരമായ ദുരന്തം ഉണ്ടായി, എന്ത് വിഷയം ഉണ്ടെങ്കിലും കേന്ദ്ര സർക്കാർ ഫണ്ട് തരുന്നില്ല. ആശാപ്രവർത്തകർ കേന്ദ്ര സർക്കാർ ഫണ്ട് തരുന്നത്. ഈ ഒറ്റ കാര്യത്തിലാണ് അവർ പിടിച്ചിരിക്കുന്നത്. കേന്ദ്ര സർക്കാർ തരുന്നില്ല. അല്ല, ഇത് എപ്പോഴും കേന്ദ്രത്തെ പഴിയാരിക്കൊണ്ട് വേണമല്ലോ രക്ഷപ്പെടാനായിട്ടുള്ളത്. ആ തന്ത്രം ഉപയോഗിച്ചിരിക്കുക. പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു കുലുക്കവും ഉണ്ടാകത്തില്ല. പക്ഷെ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നതിൽ അതിസമർത്ഥനാണ്. ഇപ്പം അമിത്ഷായ്ക്ക് ഇത് ബോധ്യമായിട്ടുണ്ട്. ഇത് ത്രിപുരയെ പോലും ബംഗാൾ പോലെയും ഇവിടെ ആക്കി കൊടുക്കാം. അവിടെ നിലംപരിശാക്കിയില്ലേ ബംഗാളിൽ ഇപ്പം CPMന്റെ ലോക്കൽ കമ്മിറ്റി ഓഫീസൊന്നുമില്ല. അതൊക്കെ പിന്നെ മറ്റു ചില പാർട്ടിക്കാരൊക്കെ ഏറ്റെടുത്തു എന്നാണ് പറയുന്നത്. ചുവന്ന കൊടിയില്ല, ത്രിപുരയിലില്ല. സാധാരണ തെരഞ്ഞെടുപ്പിലൊക്കെ പരാജയം ഉണ്ടാകും. ഇത് പരാജയമല്ല, തീർന്നു. ആ പ്രസ്ഥാനത്തെ അവിടെ കുഴി വെട്ടി മൂടിക്കഴിഞ്ഞു. ഇനി ഒരിക്കലും അതിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വരില്ല. ഇവരൊക്കെ ആദ്യ സമയത്ത് പറഞ്ഞത് ഞങ്ങൾ ഫിനിക്സ് പക്ഷിയെപ്പോലെ വീണ്ടും ചിതയിൽ നിന്ന് ഞങ്ങൾ ഉയർത്തെഴുന്നേൽക്ക് വരുമെന്ന. ഇല്ല, വരാത്ത തരത്തിൽ ഒരവശിഷ്ടം പോലും ഇല്ലാത്ത തരത്തിലാക്കി വെച്ചു ത്രിപുരയിലും ബംഗാളിലും. ഒന്ന് ആലോചിക്കണം, ഇന്ത്യൻ പാർലമെന്റിൽ
ഒരു 43-45 പേര് MP-മാർ വരെ ഉണ്ടായിരുന്ന ഒരു പാർട്ടിയാണ്. ഇടതുപക്ഷം എപ്പോഴും ഒരു കോൺഗ്രസ് സർക്കാരിൻ്റെ കാലത്ത് ഒരു തിരുത്തൽ ശക്തിയായിട്ട് ഇടതുപക്ഷത്തിൻ്റെ വാക്കുകൾക്ക് വിലയുണ്ടായിരുന്നു. അത് കേൾക്കും, ഇടതുപക്ഷവുമായിട്ട് ചർച്ച ചെയ്യുമായിരുന്നു. അങ്ങനെ എത്ര സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇന്ന് എവിടെ പോയത്? മേൽവിലാസം പോലും ഇല്ലാത്ത സ്ഥിതിയിലേക്ക് പോയി എന്നുള്ളതാണ്. അത് പാർട്ടിയിൽ ചിലര്, ഇപ്പൊ കേരളത്തില് നമ്മൾ വിചാരിക്കും കേരളത്തിൽ നിൽക്കുന്നുണ്ടല്ലോ, അത് പിണറായിയുടെ കഴിവ് കൊണ്ടൊന്നും ഒന്നും അല്ല. പിണറായി ഇത്തരത്തിലുള്ള അഴിമതിയിലൂടെയും മറ്റുമൊക്കെയാണ് പാർട്ടിയെ സംരക്ഷിച്ച് കൊണ്ടുപോകുന്നത്. അതിനൊട്ടു ഓശാന പാടാനും കൂടെ നിൽക്കാനുമായിട്ട് ഒരു വലിയ നിര കൂടി ഉണ്ടെന്നുള്ളതാണ്. VS പോലുള്ളവരൊക്കെ ഒരു കാലത്ത് എതിർത്ത് നിന്നു. അങ്ങനെ VS ഉണ്ടായിരുന്നവരെ പോലും തൻ്റെ കാൽക്കീഴിലാക്കുകയാണ് പിണറായി ചെയ്തത്. പാർട്ടിയെ 15 വർഷം, മുഖ്യമന്ത്രി പദം 10 വർഷം, മുഖ്യമന്ത്രി പദത്തിൽ ഇരിക്കുമ്പോഴും പാർട്ടിയെ തൻ്റെ കാൽക്കീഴിൽ കൊണ്ടുവന്നു. അങ്ങനെ 25 വർഷം, 1/4 നൂറ്റാണ്ട് പാർട്ടിയെ മുഴുവൻ നശിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. തനിക്ക് ശേഷം ഒന്നുമില്ല, ഈ പ്രസ്ഥാനം ഇവിടെ വച്ച് ഇല്ലാതാകുന്നു എന്നുള്ളതാണ് വ്യക്തമായിരിക്കുന്നത്. ആദ്യത്തെ മുഖ്യമന്ത്രി EMS ആണെങ്കിൽ അവസാനത്തെ മുഖ്യമന്ത്രി പിണറായി ആവോ? ഇനിയിപ്പോ അത്തരത്തിലേക്കുള്ള പോക്കിലാണ് തെളിഞ്ഞിരിക്കുന്നത്. കാരണം ഇനിയിപ്പോൾ അനുഭാവികൾ പോലും അണികൾ പോലും BJP ലക്ഷ്യമിടുന്നത് ഇതാണ്, ഒരു തുടർഭരണം ഇവർക്കിനി ഇല്ല. എന്നാൽ കോൺഗ്രസിനെ അധികാരത്തിൽ എത്തിക്കുകയും ചെയ്യരുത്, കോൺഗ്രസിനെ ഇല്ലാതാക്കണം. ഇവിടെ എന്തുകൊണ്ടാണ് ഇത്തവണ അമിത്ഷായുടെ വരവിൽ ഇവരെ ഈ ഭരണത്തെ ശക്തമായിട്ട് എതിർത്തതിൻ്റെ പിന്നിലുള്ള കാരണങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന്, ഇത്തരത്തിലുള്ള CPM BJP ബന്ധം ഉണ്ട് എന്നുള്ള ഒരു തെറ്റിദ്ധാരണ മാറ്റണം. പിന്നെ അതിശക്തമായിട്ടുള്ള ഭരണവിരുദ്ധ വികാരമുണ്ട്, അത് മുതലെടുക്കാൻ പറ്റിയ അവസരമാണ് എന്ന് അമിത്ഷാ കരുതുന്നു. അതുകൊണ്ട് തന്നെയാണ് രാജീവ് ചന്ദ്രശേഖരനെ പോലുള്ള ഒരാള് പാർട്ടിയുടെ അമരത്തേക്ക് കൊണ്ടുവന്നത്. ഇവിടെ വിഭാഗീയത ഉണ്ടെങ്കിൽ അത് ഇവിടെ വച്ച് അവസാനിപ്പിച്ചുകൊള്ളണം എന്ന് മറ്റുള്ളവർക്കെല്ലാം ശക്തമായ താക്കീതും കൂടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ പുനഃസംഘടന നടത്തിയപ്പോൾ കിട്ടാത്തവർക്കൊക്കെ ഇനിയിപ്പോൾ കേന്ദ്ര നേതൃത്വത്തിൽ ചില പുനഃസംഘടനയ്ക്ക് വരുന്നുണ്ട്. അവിടെ എന്തെങ്കിലുമൊക്കെ സ്ഥാനമാനങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. എല്ലാവർക്കും ഏതെങ്കിലും തരത്തിലുള്ള ഉത്തരവാദിത്വവും നൽകുന്നുണ്ട്. ഇനി ഇതിൻ്റെ എല്ലാം റിസൾട്ട് ഉണ്ടാക്കി തുടങ്ങേണ്ടത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലാണ്. അതുകൊണ്ടാണ് ഈ വാർഡ് തല നേതൃസംഗമം നടത്തിയത്. എല്ലാ ജില്ലകളിലെല്ലാം 3 ജില്ലകളിൽ നിന്ന് മാത്രമായിരുന്നു. ഇനിയിപ്പോൾ അമിത്ഷായുടെ അടുത്തൊരു വരവ് ഉടനെ ഉണ്ടെന്നുള്ളതാണ്. ആ വരവിലൂടെ ഒന്നുകൂടെ ശക്തി കൂട്ടും. എനിക്ക് തോന്നുന്നു പിന്നെ ശരിക്കും പാർട്ടിയുടെ ഒരു ശക്തിയായിട്ട് നിൽക്കുന്നത് കേരളത്തിലെ അമിത്ഷായുടെ ചില തന്ത്രങ്ങളാണ്. അമിത്ഷായും നരേന്ദ്രമോദിയും കൂടെ ചേർന്നുള്ള ഒരു നിയമനമാണല്ലോ രാജീവ് ചന്ദ്രശേഖർ നടത്തിയിരിക്കുന്നത്. ഇപ്പോൾ കേരളത്തിൽ ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ സുരേന്ദ്രനെ മാറ്റി വേറൊരാളെ ഏർപ്പെടുത്തിയിരുന്നുവെങ്കിലും വിഭാഗീയത ശക്തമായി തുടരുമായിരുന്നു. അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് രാജീവനെ രംഗത്തിറക്കിയതും. അമിത്ഷായുടെ ഇപ്പം നേരിട്ടുള്ള നിയന്ത്രണം തന്നെയാണ് കേരളത്തിലുള്ളത്. അപ്പോൾ ഇത് BJPയുടെ വളർച്ചയും പിണറായിക്കുള്ള ശക്തമായ ഒരു താക്കീതോടുകൂടിയുള്ള വരവുമായിരുന്നു അമിത്ഷായുടെ ഈ വരവിൽ നിന്ന് ഉണ്ടായത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.